ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ, അതായത് കഴിഞ്ഞ മെയിൽ എൻട്രി എടുത്താണ് ആ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് 100% മുകളിൽ റിട്ടേൺ തന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. അതിന് മുമ്പായിട്ട് വരുന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ വേറൊരു സ്റ്റോക്കിനോട് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതെനിക്ക് ഒരു വർഷം സമയം എടുത്തിട്ടില്ല. ഏതാനും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് ഏകദേശം 100% മുകളിൽ റിട്ടേൺ തന്നൊരു സ്റ്റോക്കുണ്ട്. 1 വീക്കിനുള്ളിൽ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ വീഡിയോ ചെയ്യാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഒന്ന്, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത് ഈ ഒരു സ്റ്റോക്കിന്റെ കാര്യത്തിൽ. കാരണം ഇത് എൻ്റെ ഒരു ജേർണി, എങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് ഫൈൻഡ് ചെയ്ത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്ത്, അതിനുശേഷം ഞാൻ എങ്ങനെയാണ് ഈ ഒരു വർഷം ഇത് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് ഞാൻ ബൈ ചെയ്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാക്രോ എക്കണോമിയിലാണെങ്കിലും അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ ബൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പെഹൽഗാം ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ താരിഫിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാൽ അതിനിടയ്ക്ക് 25% താരിഫ് 50% ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊമോട്ടർ സെല്ലിംഗ് സ്റ്റോക്കിനകത്ത് വന്നിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ US ഇറാൻ വാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന 1 ഇയറിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിന്റെ സിറ്റുവേഷൻസ് എല്ലാവർക്കും അറിയാം. FIS സെല് ചെയ്തുകൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. ആ ഒരു സമയത്തൊക്കെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റോക്കിന്റെ പേരാന്ന് വെച്ചാൽ സ്റ്റോക്ക് ടൈമെക്സ് ആണ്. നമ്മളിതിന് മുമ്പും ഈ കമ്പനിയുടെ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ നവംബർ തൊട്ട്, അതായത് ചാനൽ തുടങ്ങിയ സമയം തൊട്ട് തന്നെ ക്വാർട്ടറിലെ റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ ട്രാക്ക് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ്. ടൈമെക്സ് എന്ന് പറഞ്ഞാൽ വാച്ചുകൾ സെല് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവർ മാനുഫാക്ചർ അവരുടെ സ്വന്തം പേരിലുണ്ട്. അതല്ലാതെ വേറെ ബ്രാൻഡുകളിലെ വാച്ചുകളും ഇന്ത്യയിൽ അവർ സെല് ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ട് അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ. അവരുടെ കോമ്പറ്റീറ്റർ ആരാന്ന് നോക്കി കഴിഞ്ഞാൽ ഏതോസ് ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള കോമ്പറ്റീറ്റർ. ഏതോസ് മെയിൻ ആയിട്ട് സെല് ചെയ്യുന്ന വെച്ചാൽ റോളക്സിന്റെ പോലത്തെ അല്ലെങ്കിൽ ഹൈ ആയിട്ടുള്ള പ്രീമിയം, അതായത് ഇവർ വിൽക്കുന്നതിനെ കഴിഞ്ഞ് ഒരുപാട് പ്രൈസ് കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ പ്രീമിയത്തിലുള്ള വാച്ചുകളാണ് അവർ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലാതെ ഉള്ളത് ടൈറ്റൻ ആണ്. ടൈറ്റന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് തനിഷ്ക് കാര്യങ്ങളിൽ ജ്വല്ലറിയാണ്. സോ അതെല്ലാം അവരുടെ വാച്ചിന്റെ സെഗ്മെന്റ് വളരെ ചെറിയൊരു സെഗ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈറ്റനെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഏതോസും ഈ പറഞ്ഞ ടൈമെക്സും ആണ് മെയിൻ ആയിട്ട് ഈ ഒരു സെക്ടറിൽ ഇതിനകത്ത് ഫുള്ളി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 കമ്പനികൾ എന്ന് പറയുന്നത്. ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്ക് ഫൈൻഡ് ചെയ്തെന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം, അതായത് 2025 ഒരു മാർച്ച് ഏപ്രിൽ സമയത്തൊക്കെയാണ് ഞാൻ ഈ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ട് നോക്കുന്നതൊക്കെ. കാരണം അതിന് മുമ്പ് ഞാൻ ഈ സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യുന്നില്ലായിരുന്നു. എദോസിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു. പക്ഷേ എദോസും ഈ പറഞ്ഞ പോലെ ആക്റ്റീവായിട്ട് ഞാൻ ട്രാക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആയിരുന്നില്ല ആ ഒരു സമയത്ത്. ഈ ഒരു സ്റ്റോക്കിനെ പറ്റി കേട്ട് ഇതിന്റെ റിസൾട്ട് ഒക്കെ കഴിഞ്ഞ 2 ക്വാർട്ടറായിട്ട് നന്നായിട്ടൊക്കെ വരുന്നതെന്നുള്ള രീതിയിൽ കേട്ടപ്പോൾ എന്താണ് ഈ സ്റ്റോക്ക് എന്നൊക്കെ നോക്കാനുണ്ട്. അന്നേരമാണ് ഞാൻ ആദ്യമായിട്ട്, അതായത് ഏപ്രിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സ്റ്റോക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കേണ്ട അതിന്റെ PPT ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അത് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകും തുടങ്ങി. അതായത് ഇവർ പ്രൊഡക്റ്റ് മിക്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റിലേക്ക് ഇവർ കടന്നിട്ടുണ്ട്. അതായത് കൂടുതലായിട്ട് ഇവർ അതുവരെ സെല് ചെയ്ത് കഴിഞ്ഞ് കൂടുതലായിട്ട് പ്രീമിയം, അതായത് മാർജിൻസ് ഇമ്പ്രൂവ് ആവുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളിലേക്ക് ഇവരുടെ ബിസിനസ് ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് മുമ്പിലത്തെ 2 ക്വാർട്ടറിന്റെ റിസൾട്ട് നോക്കുന്ന സമയത്ത്, അതിന് മുമ്പിലത്തെ വർഷം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ നോക്കിയാൽ ഈ കമ്പനിയിൽ ഏകദേശം 9% മാത്രമേ സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിരുന്നുള്ളൂ. വലിയ രീതിയിൽ ഗ്രോത്ത് വന്നുകൊണ്ടിരുന്ന ഒരു കമ്പനി ആയിരുന്നില്ല. അവിടെ ആ സമയത്ത് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി എതോസ് തന്നെയായിരുന്നു. എതോസ് കൺസിസ്റ്റന്റ് ആയിട്ട് 25-26%